രാജ്ഭവന്റെ പേര് ലോക് ഭവനാക്കിയുള്ള ബോർഡ് സ്ഥാപിച്ചു. അശോക സ്തംഭത്തോടൊപ്പം ലോക് ഭവൻ കേരളം എന്ന രീതിയിലാണ് പുതിയ ആലേഖനം. ലോക് ഭവൻ എന്ന പേര് ജനങ്ങളുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നതാണെന്നും രാജ്ഭവൻ കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമെന്നും ഗവർണർ പറഞ്ഞു. Colonial hangover, we used to use Raj Bhavan and all those Rajpath, all those words. Now the government of India has already decided, and we all are following that, the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan, it is public Bhavan. So that is why we have renamed it as Lok Bhavan. I wish my all people from Kerala will appreciate this and they will cooperate and they will certainly come to the Lok Bhavan so that we will in real term it will be a Lok Bhavan. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു വിവരങ്ങളുമായി. ചന്തു, അങ്ങനെ കേരളത്തിലും രാജ്ഭവൻ ലോക് ഭവനായി തീർന്നിരിക്കുന്നു അല്ലേ? അതെ ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. രാജ്യത്ത് എമ്പാടും ഈ രാജ്ഭവനുകളുടെ പേര് ലോക് ഭവനാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിലും കേരള രാജ്ഭവൻ ലോക് ഭവനായി ഔദ്യോഗികമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവൻ അത്തരത്തിൽ വിജ്ഞാപനം ഇറക്കിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്. എന്തായാലും രാജ്ഭവൻ എന്ന ബോർഡ് ഈ നേരത്തെ രാജ്ഭവനിലേക്ക് കയറുന്ന ഇരുവശത്തുമായും സ്ഥാപിച്ചിരുന്ന സ്വർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്തിരുന്ന ആ ബോർഡ് മാറ്റി ലോക് ഭവൻ എന്ന് സ്ഥാപിച്ചു. അതിൻ്റെ ഇടതുവശത്ത്, ഈ ഗേറ്റിൻ്റെ ഇടതുവശത്ത് ലോക് ഭവൻ എന്ന് ഇംഗ്ലീഷിലും ലോക് ഭവൻ കേരൾ എന്ന് ഹിന്ദിയിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. വലതുവശത്തായി ലോക് ഭവൻ കേരളം എന്ന് മലയാളത്തിലും ഈ സ്വർണ്ണലിപികളിൽ തന്നെ ആലേഖനം ചെയ്തിരുന്നു. ഇന്നാണ് ഗവർണർ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് അദ്ദേഹം എത്തിയതിനു ശേഷം ഈ ബോർഡുകൾ സ്ഥാപിച്ചു. ശേഷം അദ്ദേഹം തന്നെ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ലോക് ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഗേറ്റിന് സമീപത്തിറങ്ങി ഈ ലോക് ഭവൻ എന്ന് സ്ഥാപിച്ച ബോർഡ് വിലയിരുത്തി. അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ രാജ്ഭവൻ എന്ന് നേരത്തെ ഉണ്ടായിരുന്ന പേര് അതൊരു കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ജനങ്ങളെ ഈ രാജ്ഭവനുകളിൽ നിന്നും അകറ്റി നിർത്തുന്നു. പക്ഷേ ലോക് ഭവൻ എന്ന പേര് സ്വീകരിക്കുന്നതോടുകൂടി ജനങ്ങളുമായുള്ള അന്തരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പരമാവധി ഇതുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയിരുന്നു. നേരത്തെ 2024 രാഷ്ട്രപതി വിളിച്ചു ചേർത്ത രാജ്യത്തെ ഗവർണർമാരുടെ യോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ തന്നെയാണ് ഈ രാജ്ഭവൻ എന്ന പേര് മാറ്റി പകരം ലോക് ഭവൻ എന്ന പേരാക്കണമെന്ന ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചത്. അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നേരത്തെ ബംഗാളും അസ്സാമും ആദ്യമായി ഇത്തരത്തിൽ രാജ്ഭവനുകളുടെ പേരുകൾ മാറ്റി ലോക് ഭവനാക്കി മാറ്റിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തും രാജ്ഭവൻ മാറി ഇപ്പോൾ ലോക് ഭവനായി മാറിയിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി തന്നെ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം ബോർഡുകൾ കൂടി മാറ്റി സ്ഥാപിച്ചതോടുകൂടി ഇനി സംസ്ഥാനത്ത് രാജ്ഭവൻ ഇല്ല, ലോക് ഭവൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ലക്ഷ്മി. ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.